പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. എടാ കണ്ണ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ. അതെ ആരാ അപ്പാ കഴിച്ചത്? ഇങ്ങോട്ട് പാടാ അങ്ങോട്ട്. കണ്ടില്ലേ? അയ്യോ കാണുന്നില്ല. ഇല്ല ബൊമ്മ നന്നായിട്ടില്ല. അതാ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ കിവി ഐസ്ക്രീം വാങ്ങിച്ചു തരും. ഉറപ്പായിട്ടും ചക്കപ്പഴം ഫ്ലേവർ തന്നെ വാങ്ങിച്ചു തരും. അതല്ലേ നിനക്ക് ഇഷ്ടം അല്ലേ? പറ്റിക്കത്തില്ല, നിനക്ക് ഞാൻ വാങ്ങിച്ചു തരും. വാ ഇങ്ങോട്ട്. അതെ അതെ അച്ഛൻ വന്നല്ലോ. അച്ഛാ ദേ ഇത് മൊത്തം കഴിക്കുവാണെങ്കിലേ ചക്കപ്പഴം ഫ്ലേവറിലുള്ള കിവി ഐസ്ക്രീം കാണാൻ വാങ്ങിച്ചു കൊടുക്കണേ. പിന്നെന്താ അക്കാര്യം അപ്പൂപ്പൻ ഏറ്റടാ മക്കളെ. മക്കളെ കഴിക്കും. ഇടി കിവി ഐസ്ക്രീം എന്ന് പറയുന്നത് 13% വരുന്ന മിൽക്ക് ഫാറ്റ് ഐസ്ക്രീം മിക്സിനോട് കൂടെ ചക്കപ്പഴത്തിന്റെ പൾപ്പ് കൂടെ ആഡ് ചെയ്യും. അത് മാത്രമല്ലടി, അതിനുശേഷം ഈ ചക്കപ്പഴത്തിന്റെ പീസുകൾ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കും. ഭയങ്കര ടേസ്റ്റ് ആന്നേ. ഈ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് പിള്ളേർക്ക് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. ആണോ? ഓ അച്ഛൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെ അറിയാം? എന്റെ കൊച്ചിന് നിറച്ച് വാങ്ങിച്ചു കൊടുക്കണേ കിവി ഐസ്ക്രീം. ലല്ലുവിനെ വിളിച്ചായിരുന്നു. ചേട്ടത്തി കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ചുമ്മാ എന്തിനാ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? ലല്ലുവിൻ ചേട്ടത്തി കൊണ്ടിൽ വരുമെന്ന് പറഞ്ഞു. അല്ലാതെ അമിതാഭ് ബച്ചനെ കൊണ്ടൊന്നും അല്ലല്ലേ. നീ എന്തിനാ ഒന്നും പറഞ്ഞു രണ്ടാമത് അമിതാഭ് ബച്ചനെ പിടിക്കാൻ പോകുന്നത്? ഞാൻ ഞെട്ടിയത് വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ പ്രാവശ്യം ലല്ലുവിളിയൻ ഇവിടുന്ന് പിണങ്ങിയല്ലേ ഇറങ്ങിപ്പോയി. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് ലല്ലുവിളിയൻ. ഒന്നും മനസ്സിലാകത്തില്ല. അച്ഛനടുത്ത് എനിക്കൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. എന്തുവാടാ? ഇനി പുള്ളിക്കാരൻ വരുമ്പം വിളിച്ചുകൊണ്ട് തള്ളാൻ നിൽക്കരുത്. ഓ ഞാനൊന്നും ഉണ്ടാ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് പണ്ടേ പണക്കോടെ. പിന്നല്ലാതെ മക്കളെ, ഇത്രയും ആൾക്കാർ മുമ്പ് വെച്ചാൽ അപ്പൊ ഭയങ്കര തള്ളാണെന്ന് പറഞ്ഞത്. എന്തോന്ന് ഈ ഇത്ര ആൾക്കാരെന്ന് പറയുന്നത് വീട്ടുകാർ തന്നെയല്ലേ? ഇവിടെ ഉള്ളവർക്കൊക്കെ ഓൾറെഡി അറിയാലോ അച്ഛൻ തള്ളാണെന്ന്. എന്തോന്നു വെച്ച് സ്വന്തം അച്ഛനല്ലേ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കേട്ടാ. ലല്ലുവിളിൽ എന്തോ സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തുവാടാ സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോ എന്തുവാന്നോ? എന്തോന്ന് അച്ഛാ? ഓ രണ്ടുപേരും ഒന്ന് നിർത്തോ. രണ്ടുപേരോടായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇത്തവണയെങ്കിലും കുറച്ച് മാന്യമായിട്ട് പുള്ളിനോട് പെരുമാറണം. എടി കിളി, ഞാൻ അല്ലെങ്കിൽ പുള്ളി എടുത്ത് മാന്യമായിട്ട് തന്നെ പെരുമാറുന്നത്. ചേട്ടനെയാണ് കാര്യമായിട്ടൊന്ന് ഉപദേശിക്കാനുള്ളത്. ഞാൻ പോയി സംസാരിക്കട്ടെ. ഞാൻ പിന്നെ പണ്ടേ ഭയങ്കര മാന്യനല്ലേ. ഞങ്ങൾക്കൊക്കെ അറിയാം. അച്ഛൻ കഴിച്ചായിരുന്നോ? അല്ലേ ഞാൻ കഴിക്കട്ടെ. മക്കളെ അവര് കൊടുക്കും കേട്ടാ. ശരി. കിവി ഐസ്ക്രീം മറക്കല്ലേ. അത് ഫുള്ള് കഴിക്കണം കേട്ടോ മക്കളെ. ചേട്ടാ ലല്ലുവിനും ചേട്ടത്തി ഇപ്പം വരും. ദൈവത്തെ ഓർത്ത് ഒരുമാതിരി മറ്റേ സ്വഭാവം കാണിക്കരുത്. നിന്റെ ഉപദേശമൊന്നും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി, ഞാൻ മാപ്പ് പറയുകയും ചെയ്തു. അത് മതി. അത് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ വന്ന് ചേട്ടന്റെ സൈക്കിളിനെ കുറിച്ച് വല്ലതും പറഞ്ഞാലേ ചേട്ടന്റെ കൺട്രോൾ പോരും. സൈക്കിളിനെ കുറിച്ച് പറഞ്ഞാൽ എന്റെ കൺട്രോൾ പോകും. പിന്നെ പോവില്ലേ? ശരി ആയിക്കോട്ടെ. പുള്ളിക്കാരൻ വന്നിട്ട് സൈക്കിളിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ മാന്യമായിട്ട് പെരുമാറൂ. പറഞ്ഞില്ലെങ്കിൽ 100% മാന്യമായിട്ട് പെരുമാറും. വലിയ ഉപകാരം. കയ്യാൻ സൈക്കിൾ വരുന്നുണ്ട്. ഇല്ല അല്ല നീ ഉറക്കെ പറയടാ. ഇല്ല ഒന്നും പറഞ്ഞില്ല. ഞാൻ കേക്കട്ടെ. അല്ല ഒന്നും പറഞ്ഞില്ലേ. നീ മുളങ്ങണ. അല്ല മുണുങ്ങിയില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അളിയനെ മാത്രമേ കണ്ടുള്ളോ? വെൽക്കം ബാക്ക് ഭാര്യ. ഉള്ളത് പറയാലേട്ടത്. 2 ദിവസം ബോറടിച്ച് ചത്ത്. ഓവർ ആക്കാടാ. സുഖം തന്നെ അളിയാ. പിന്നെ അളിയ മറ്റേ ചെപ്പ് കൊണ്ടുവന്നായിരുന്നു. ചെപ്പാ? കഴിഞ്ഞ വേണം അറിയാതെ പോക്കറ്റ് ഇട്ടോണ്ട് പോയില്ലേ സിന്ദൂര ചെപ്പ് കൊണ്ടുവന്നായിരുന്നു. ഞാൻ ഊഷ്മളമായിട്ടല്ലേ ചോദിച്ചത്. അപ്പൊ എല്ലാരും അറിഞ്ഞല്ലേ അത് ചേട്ടാ, ഞാൻ ചേട്ടനോടൊന്ന് ഫോണിൽ സംസാരിക്കുന്ന ഉത്തോണ്ട് ഒളിഞ്ഞു നിന്ന് കേട്ടതാ. ഇപ്പൊ സുമേഷ് പറഞ്ഞു. അതൊന്നും സാരമില്ലല്ലേ. ഏത് കള്ളനും ഒരു അബദ്ധം പറ്റും. അല്ല ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റുന്ന അങ്ങനെ. പിന്നല്ലാതെ അതങ്ങ് മറന്നു കളയാ. അത് എളിയ ആ ചെപ്പേ ഞാൻ കൗതുകത്തിനൊന്ന് എടുത്ത് നോക്കിയതാ. അതറിയാതെ പോക്കറ്റിനകത്ത് ആയിപ്പോയി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരാം. അത് വിട്ട് കളയാളിയാ. ഷീള് കേസ്. എന്തൊക്കെ ആറ്റിങ് നോക്കണേ. എവിടെ പിടിച്ചോണ്ട് പോണേ? ഇങ്ങോട്ട് വാ പറയാം. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ആ ചെപ്പിന്റെ കാര്യം ചേട്ടൻ വരുമ്പോ ചോദിക്കരുതെന്ന്. അത് ഞാൻ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദിച്ചാലല്ല. എന്തെങ്കിലും കുശലം പറയാൻ എന്തെങ്കിലും വേണ്ട, അങ്ങനെ ചോദിച്ചല്ലേ. ഇങ്ങനെയാണോ കുശലം പറയുന്നേ? ചേട്ടൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ട് എങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇട്ട് ആക്ഷേപിക്കുന്നത്? തെറ്റ് എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട. ഇനി മേലാൽ ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചുണ്ടല്ലോ സംഭവം വഷളാവും. ഭീഷണിയാണ്? ഭീഷണിയൊന്നുമല്ല, ഒരു മുന്നറിയിപ്പ്. അതെന്ത് ഭീഷണി മുന്നറിയിപ്പ് ഒന്നല്ലേ? അല്ല, രണ്ടാ. അങ്ങനെ രണ്ടാവും. കുളത്തിൽ മുതലുണ്ട് ഇറങ്ങരുന്ന് പറഞ്ഞാൽ ഭീഷണിയാണോ മുന്നറിയിപ്പാണോ? കുളത്തിൽ മുതലുണ്ട് ഇറങ്ങരുന്ന് ബോർഡ് വെച്ചാൽ ഭീഷണിയാണോ മുന്നറിയിപ്പാണോ? അത് മുന്നറിയിപ്പ്. ഭീഷണിയുണ്ട്. നിങ്ങൾക്ക് പ്രാന്താ പോടുന്നു. എന്തോ മക്കളെ വന്നു കയറുന്ന രണ്ടും കൂടെ തുടങ്ങിയോ? അല്ല അമ്മേ, ചേട്ടൻ വന്ന് കയറി ഉടനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആക്ഷേപിക്കാമേ. എടാ ഉത്തമ്മ, എന്റെ വായിരിക്കുന്ന നീ കേൾക്കും കോട്ടെ. എന്തോടാ നീ ലല്ലുവിനോട് പറഞ്ഞേ?
ഞാൻ പറയാമേ ചേട്ടൻ 10ാം ക്ലാസ് തോറ്റുപോയ കാര്യം പറഞ്ഞ് കളിയാക്കി. ലല്ലു 10ാം ക്ലാസ് തോറ്റോ? അത് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നോ? ഇല്ല. എടാ ഉത്തമ, ഒരാൾ 10ാം ക്ലാസ് തോറ്റെന്ന് പറഞ്ഞിട്ട് അയാളെ കളിയാക്കാൻ പാടില്ല. അല്ലമ്മ ഞാൻ ലോ ഉത്തോണ്ടാ. എല്ലാവർക്കും ഒന്നും 10ാം ക്ലാസ് പാസ്സാകാനുള്ള ബുദ്ധിയും വിവരമൊന്നും ഇല്ല. നിന്റെ അമ്മയ്ക്ക് ഒരു ശകലം വിദ്യാഭ്യാസം കൂടി പോയെന്ന് ഓർത്ത് അല്ലാത്തൊരു ആക്ഷേപിക്കാൻ പാടുണ്ടോടാ? ഇല്ലമ്മ, ഇനി ഞാൻ ആവർത്തിക്കൂല. എന്നാ നിനക്കുള്ള അല്ല, നീ എന്റെ തനി സ്വഭാവം കാണും കേട്ടോ ഏർക്കാ. നിന്റെ ചേട്ടന്റെ മര്യാദ കൂട്ടനാക്കാൻ വേണ്ടി എന്നെ കരിവാരിത്തേക്കാണ്. എനിക്ക് ഈ ഒരു മാർഗം തന്നെ തോന്നിയുള്ളൂ. നടക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് ലല്ലുളിയ വിശേഷങ്ങള്? നീ എന്തിനാടി ലല്ലുളിയെന്ന് വിളിക്കുന്നേ? ലല്ലുളിനെ പിന്നെ ലല്ലുളിയാന്നല്ലാതെ തമ്പിളിയാന്ന് വിളിക്കാൻ പറ്റുമോ? എടി പക്ഷെ നിന്റെ മുറ അങ്ങനല്ലല്ലോ. നീ വിളിക്കണ്ട എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നാ അതായത് നാത്തൂന്റെ സഹോദരൻ. അതെ, നാത്തൂന്റെ സഹോദരനാവുമ്പോ എന്തെന്ന് വിളിക്കളിയാ? എനിക്കറിഞ്ഞൂടാ. പൈങ്കിളി എന്നെ ലല്ലുളിയാന്ന് വിളിച്ചാൽ മതി. മതിയില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയും അല്ല, നിങ്ങളുടെ അച്ഛൻ അവിടെ പോയി. ഇവിടെ എവിടെ കണ്ടോ വിളിക്കണം? അയ്യോ വേണ്ട, അങ്ങനെ എവിടെ കണ്ട് നിന്നോട്ടെ. അങ്ങേർക്ക് വേറെ ജോലി ഉണ്ടാവും. അച്ഛന് പണിയൊന്നും ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ വിളിക്കാനല്ലോ. വേണ്ട വേണ്ട വേണ്ട, വിളിക്കണ്ട. വേണ്ടേ? ആ വേണ്ടെങ്കിൽ വേണ്ട. അച്ഛനെ വേണ്ടെങ്കിൽ വേണ്ടതാ അമ്മ വന്നു. അമ്മയ്ക്കാണ് എൻ്റെ കൂടെ സ്നേഹം കണ്ട. മോനെ, നീ സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയോ? പിന്നെ സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടാമ്മ? 10ാം ക്ലാസ്സിൽ തോറ്റാ. എടാ മോനെ, സച്ചിൻ ടെണ്ടുൽക്കർ 10ാം ക്ലാസ്സിൽ തോറ്റാന്ന്. അതുപോലെ കുറേ മഹാന്മാരുണ്ട് 10ൽ തോറ്റവര്. അതിന് ഞാനെന്ത് വേണം? അതുകൊണ്ട് നീ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു അമ്മ. ലല്ലുളിയും 10ൽ തോറ്റതാണോ? ആണെന്നേ ആശ ഇപ്പോഴാണ് എന്നോടത് പറഞ്ഞേ. അതിനിപ്പോ എന്തമ്മ, ഡിഗ്രി പാസ്സായ എത്ര ആൾക്കാർ ജോലി ഇല്ലാത്ത തിരിഞ്ഞ് നടക്കുന്നത്. 10ൽ തോറ്റെങ്കിലും ലല്ലുളി നാടകം ഒരു പൊതുപ്രവർത്തനം കിട്ടി. അത് പോയിന്റ് ആണ്. ലല്ലുളിയും പൊളിയല്ലേ? ആശ എവിടെ പോയമ്മ? അപ്പുറത്തുണ്ട്. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്തുവാടാ? എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണ? ജ്യൂസ് കൊള്ളത്തില്ലേ? കൊള്ളാമ, നന്നായിരിക്കുന്നു. എനിക്ക് ആശയൊന്ന് കാണണം. ഞാൻ ഇപ്പൊ വരാം. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? അറിഞ്ഞതറിഞ്ഞു ഉടനെ വന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഉണ്ട് പിങ്കി, ഞാൻ സമാധാനിപ്പിച്ചതല്ലേ. ഉത്തമന് 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞ് കളിയാക്കി വിട്ടു. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പം അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞാൻ സമാധാനിപ്പിക്കാൻ വന്നാ. അത് ശരി. ഏട്ടനെ ഞാൻ ശരിയായി കൊടുക്കാന്ന. എന്തൊരു കഷ്ടമാണോ? എന്നിട്ട് ജ്യൂസ് ഇഷ്ടപ്പെട്ടിട്ട് എന്റെ പരിചയത്തിലേ ചീപ്പായിട്ട് നോട്ടീസ് അടിച്ചു തരുന്ന ഒരു ചേട്ടനുണ്ട്. നമ്പർ വേണോ? എന്തിന്? ഞാൻ 10ൽ തോറ്റ കാര്യം നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യാനായിട്ട്. അതമ്മ ഒന്ന് ചോദിച്ചോ? ചോദിച്ചടി. അതും പൈങ്കിളിയുടെ മറ്റേ സുമേഷിന്റെ മുന്നിൽ വെച്ച് ഞാനങ്ങ് നാശമായി പോയെന്നേ. അത് ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാനത് പറഞ്ഞത്. 10ൽ തോറ്റെന്ന് പറഞ്ഞിട്ട് എന്ത് നന്മ ഉണ്ടാവാനടി? എന്റെ ചേട്ടാ, ആ ചെപ്പ് കെട്ട കാര്യം ഇവിടെ ആരും അറിയാതിരിക്കാൻ വേണ്ടി വിഷയം മാറ്റിയതാ ഞാൻ. ചെപ്പ് കെട്ട കഥയെ എടി, അത് അറിയാതെ ഞാൻ പോക്കറ്റ് എടുത്ത് ഇട്ടോണ്ട് പോയതല്ലേ. അതെങ്കിൽ തിരിച്ചുകൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അത് ഇവിടെ ഉള്ളവർ അറിയുന്നത് എനിക്ക് നാണക്കേടാണ്. എടി, ഞാൻ 10ൽ തോറ്റെന്നറിഞ്ഞാൽ എനിക്കല്ലേ നാണക്കേട്? അത് നീ ഓർത്തില്ലല്ലോ. എന്തായാലും മോഷണത്തിനെ കഴിഞ്ഞാൽ നല്ലതാണ് പരീക്ഷയ്ക്ക് തോറ്റെന്ന് പറയുന്നത്. നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. എടി, ഞാനേ 10ൽ തോറ്റെങ്കിലും ഞാൻ ഡിഗ്രി പാസ്സായ ആളെന്ന് പറഞ്ഞേക്കണം. 10ൽ തോറ്റ എങ്ങനെ ചേട്ടാ ഡിഗ്രി പാസ്സാവുന്നേ? എടി, വ്യാജ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൂടെ? എന്റെ പൊന്നു സഹോദരൻ, ഈ വായും വെച്ചൊന്നും മിണ്ടാതിരിക്കോ? എടി, ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു നിരക്ഷരനാണെന്ന് അവർ വിചാരിക്കൂലേ? ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ 10ാം ക്ലാസ് തോറ്റതാണെങ്കിലും ലോക പരിചയം ഭയങ്കരമായിട്ടുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. എനിക്കത് മതി. ശരി. ഓട്ടോ വിളിച്ച് തന്നെ വന്നാ മതി. മാമ എന്തോന്ന് പരിപാടി കാണിച്ചാ വന്നിട്ട് ഇത്ര നേരമായിട്ട് ഞങ്ങൾ എന്തെടുക്കാ? അതെ മക്കളെ, ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. ഭയങ്കര ബിസി ആയിരുന്നു മാമൻ. എന്ത് ബിസി? മാമൻ ചുമ്മാ അമ്മയുടെ അടുത്ത് സംസാരിച്ചോണ്ട് നിൽക്കുമല്ലായിരുന്നോ? സംസാരിച്ചോണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടല്ല, മാനസികമായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു മക്കളെ. എന്ന് വെച്ചാ ഒന്നുമില്ല. മാമൻ 10ൽ തോറ്റാണല്ലേ? നീ എങ്ങനെ അറിഞ്ഞു? അപ്പൂപ്പനും അച്ഛമ്മയും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ചുമ്മാ അതുവഴി നടന്നു പോകുമ്പോ കേട്ടാ. മക്കളൊരു കാര്യം മനസ്സിലാക്കണം. 10ാം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിയെക്കാളും അറിവും പക്വതയും മാമനുണ്ട്. മക്കൾക്ക് വേണമെങ്കിൽ മാമൻ തെളിയിച്ച് കാണിച്ചു തരാം. മക്കള് പാ. ചേട്ടാ പറഞ്ഞ അനുസരിക്കത്തില്ലല്ലേ? എന്തോന്ന്? ഞാൻ ചേട്ടനടുത്ത് കാര്യമായിട്ട് പറഞ്ഞ വിലക്കല്ലേ ലല്ലുളിനെ ആരാസിയില്ലെന്ന്. പിന്നെ എന്തിനാ 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞ് ചേട്ടൻ കളിയാക്കിയത്? എടാ, ഞാൻ കളിയാക്കിയൊന്നുമില്ലടാ. ഒന്നും സമ്മതിച്ചു തരത്തില്ലല്ലേ? ചേട്ടൻ ഉത്തമന്റെ പേരിട്ടവരെ 10 വീട്ടിട്ട് അടിക്കണം. എടാ, നീ ഒരു പൊടിക്ക് അടങ്ങടേ. അടങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. വീട്ടിൽ വന്ന് കയറുന്നവർക്ക് കുറച്ച് മര്യാദ കാണിക്കട്ടെ. ചേട്ടാ, ഞാൻ പറയണൊന്ന് കേക്കടാ. എനിക്കൊന്നും കേൾക്കണ്ട. എടാ ലല്ലു ഇവിടുന്ന് ചെപ്പടിച്ചോണ്ട് പോയ കാര്യം ഇവിടെ ആരും അറിയാതിരിക്കാൻ വേണ്ടിട്ട് ആശ ചുമ്മാ പറഞ്ഞുണ്ടാക്കിയാണ്. അവൻ 10ാം ക്ലാസ് തോറ്റെന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കിയെന്ന്. എനിക്ക് വല്ല മനസ്സിലായി? ഞാൻ ആരെയും കളിയാക്കിയൊന്നുമില്ല. അപ്പൊ ചേട്ടൻ കളിയാക്കിയില്ലേ? എടാ, ഇല്ലടാ ഇറക്കാ. ഉത്തമ, എടാ എന്നാലും ഇത് ഭയങ്കര മോശമായി പോയി. എടാ പറഞ്ഞ അടുത്തത്. എടാ, ഒരാൾ 10ാം ക്ലാസ്സിൽ തോക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
അതെന്താണെന്ന് നീ അന്വേഷിച്ചാ? ഇവിടെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയാൻ പോണു കേട്ടോ. എന്തുവാടാ? ചേട്ടൻ പറയരുത്, ലല്ലുവിന് അത് വിഷമാവും. അച്ഛാ വേറെ ഒന്നുമല്ല അച്ഛാ. എടാ ഇവിടെ എല്ലാവരും കൂടെ നിന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തണം നീ കണ്ടില്ലായിരുന്നാ? അവൻ മാത്രം എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് എവിടുത്തെ ന്യായം? എടാ നീ കാര്യം എന്താന്ന് വെച്ച് പറ. എന്റെ ചേട്ടൻ ഒന്ന് സമാനപ്പെടും. ഞാൻ അച്ഛനെ പറഞ്ഞ കാര്യം മനസ്സിലാക്കിക്കോളാം. നീ ഒന്നും പറയണ്ട. അച്ഛാ, ചേട്ടൻ ലല്ലുവിനെ കളിയാക്കിയതിന് ഒരു ന്യായമായ കാരണമുണ്ട്. എന്തോ ന്യായമായ കാരണം? അതെനിക്കറിയത്തില്ല, ചേട്ടന് തന്നെ വരും. നീ എന്തോ നോക്കിയടാ ഈ പറയുന്നത്? എന്റെ കയ്യിൽ നിന്ന് പോയി. അച്ഛാ ഇവിടെ അച്ഛമ്മയുടെ ചെപ്പുണ്ടല്ലോ. കേൾക്കണെന്ന് പറയാ. എനിക്ക് കേൾക്കണം. അച്ഛമ്മയുടെ ചെപ്പിന് എന്ത് പറ്റുന്ന എനിക്കറിയട്ടെ. അമ്മേ, ഒരു 20 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. ഇതിപ്പോ 4 ചെറുമക്കളുള്ള അമ്മ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് മോശം. അല്ല, അല്ലുളയും പാവം മുഖം ഒന്ന് കാണണ്ടായിരുന്നു. വെളറി വെളുത്തുള്ളി പോലെ ആയിപ്പോയി. നിർത്തടി പെണ്ണേ, പറഞ്ഞില്ല അബദ്ധം പറ്റിയതാന്ന്. എന്ന് വെച്ചുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മേനെ കുറ്റം പറഞ്ഞതല്ല അമ്മേ, ഞാൻ അമ്മയുടെ വലിയൊരു വീഴ്ച ചൂണ്ടിക്കാണിച്ചതല്ലേ. മോളെ പൈങ്കിളി, എന്താ അമ്മേ? നീ ഇവിടുന്ന് ഇപ്പൊ എണീച്ചു പോയില്ലേ, ചിലപ്പോ നിന്റെ തടി കേടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഞാൻ മിണ്ടാണ്ടിരുന്നാലും മതിയോ? അതായിരിക്കും നല്ലത്. സോറി. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്? ആ, അതാണ് കാര്യം. അമ്മ, അതെ, ഞാൻ അവൾക്ക് സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ലല്ലുളീന് അതൊക്കെ അറിയൂ? അറിയാമെന്നോ മോളെ പൈങ്കിളി? നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല, അത് നമുക്ക് ചുറ്റുമുണ്ട് വിദ്യാഭ്യാസം. എക്സാക്ട്ലി. ചേട്ടൻ പണ്ട് ലൈബ്രറി തന്നെയായിരുന്നു താമസം. അതെന്തോടി ആശ, നിന്റെ വീട്ടിൽ സ്ഥലമില്ലായിരുന്നോ? അതല്ല വായിക്കാൻ. ഞാൻ മരിക്കുമ്പോഴത്തേക്കേ അവിടുത്തെ പയ്യന്മാര് പറഞ്ഞിട്ടുണ്ട് ആ ലൈബ്രറി എന്റെ സ്മാരകമാക്കാന്നു. ലല്ലു സ്മാരക പബ്ലിക് ലൈബ്രറി. സൂപ്പർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ന്യൂക്ലിയർ ഫിഷൻ ആണ് സൂര്യനിൽ നടക്കുന്നത്. 2 ഹൈഡ്രജനിൽ കൂടി ചേർന്നിട്ട് ഒരു ഹീലിയം ഉണ്ടാവുന്നു. ഭാഗ്യം. എന്ത് ഭാഗ്യം? അല്ല, ഈ സൂര്യൻ മുകളിൽ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യമാണല്ലോ എന്ന്. പിന്നെ അല്ലേടി, അല്ലെങ്കിൽ ഈ മല്ലിയും മുളകും ഒക്കെ ഉണങ്ങാൻ നമ്മൾ എന്തോ ചെയ്തേനെ. എന്തായാലും കാര്യങ്ങൾ ഇതുവരെ ആയ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസിന്തസിസ് കൂടി പറഞ്ഞു തരാം. അല്ല, അതിന്റെ ആവശ്യമുണ്ട് കേട്ടാ. അതുകൊണ്ട് അത് ശരിയാ, ഫോട്ടോസിന്തസിസ് വേണ്ട, ഞങ്ങൾക്കൊക്കെ അറിയാം ഫോട്ടോ. അല്ല, ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നത് ശരിയല്ലേ? പിന്നെ അത് കറക്റ്റ്. എന്നാ പറഞ്ഞോളൂ. അതായത് അമ്മ, സൂര്യനിൽ നിന്ന് പ്രകാശം വന്ന് ഇലയിൽ വീഴും. എന്നിട്ട് ഇലയ്ക്ക് എന്ത് സംഭവിക്കും? എന്നിട്ട് മറ്റേ ഹലോ ഭാസ്കരേട്ടാ, പൈങ്കിളി അമ്മ, ഒരു മിനിറ്റേ. ഹലോ ഭാസ്കരേട്ടാ, അത് ശരിയാവില്ല. നാത്തു, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഫോൺ ബെല്ലടിച്ചില്ലായിരുന്നല്ലോ. അത് വേറൊരു രാസപ്രക്രിയ. ഓ, ആയിക്കോട്ടെ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കി. വെള്ളം ഇവിടെയല്ലേ? അല്ല, എന്റെ മുറിയിൽ വേറെ വെള്ളമുണ്ട്. മറ്റേ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടുണ്ടാവുന്ന വെള്ളമില്ലേ, അത്. വെരി നോളജബിൾ മാൻ. യെസ്. ഇതിന്റെ എന്റെ പൊന്നെ, എന്നൊക്കെ കേൾക്കണം. ഇനി അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ മതി കേട്ടോ, പുള്ളിക്ക് വിവരം ഉണ്ടെന്ന്. അച്ഛാ, ചെപ്പിന്റെ ആരും എല്ലാരും മറന്നിരിക്കുക. ഇനി അച്ഛൻ ചെന്ന് ആരത്ത് പറയാൻ നിൽക്കൊന്നും വേണ്ട. മറന്നെന്നാ? ആര് പറഞ്ഞു മറന്നെന്ന്? എടേ, അമ്മ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ആ ചെപ്പ് കിട്ടിയോ എന്ന്. എന്നാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാവരും മറന്നോളും. ഇനി അച്ഛൻ ചെന്ന് അച്ഛമ്മ എടുത്ത് പറഞ്ഞു, അച്ഛൻ വന്ന് ലല്ലുവിന്റെ അടുത്ത് ചോദിച്ചു, ആ പടം അലമ്പാവത്തില്ല. ആവട്ടെ. അച്ഛൻ പോയി ചോദിക്കാണെന്ന് നിൽക്കണ്ട. ആശ എന്നെ പഞ്ഞിക്കിടും. പിന്നെ നീ എന്തിനാ എന്റെ അടുത്ത് പറഞ്ഞത്? അച്ഛാ, ഞാൻ ലല്ലുവിന് 10ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിയിട്ടില്ലെന്ന് പറഞ്ഞത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടന്റെ ഈ സെൽഫിഷ് സ്വഭാവം കാരണം അച്ഛൻ ഇപ്പൊ ധർമ്മസങ്കടത്തിലായില്ലയോ? അല്ലെങ്കിൽ തന്നെ ചേട്ടൻ ചെയ്യാത്ത തെറ്റിന് എല്ലാവരും കുറച്ച് ദിവസം കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഇന്ന് സംഭവിച്ചു പോനാ. ഇവിടെ ചെറുക്കാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല കേട്ടോ. അവൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ പേരിൽ ചുമ്മാ തെറ്റിദ്ധാരണ എല്ലാം വെച്ച് വളർത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. കഷ്ടം. എന്നെ കണ്ടുപടി. എന്നെ കുറിച്ച് ആരെല്ലാം എന്തെല്ലാം തെറ്റിദ്ധാരണ വെച്ച് വളർത്തുന്നു. ഞാൻ പണിക്ക് പോകാത്തനാണ്, ഞാൻ കുത്തിത്തിരിപ്പനാണ്, അതാണ് ഇതാണ്, തേങ്ങയാണ്, മാടയാണ്. എടാ, എന്നെ കുറിച്ചും പലരുടെ മനസ്സിൽ പല തെറ്റിദ്ധാരണ ഉണ്ടെന്ന് എനിക്കറിയാം. പിശുക്കനാണ്, ഭയങ്കര തള്ളുകാരനാണ്. എന്നിട്ട് ഞാനിതുവരെ ആരും തിരുത്താനൊന്നും പോയിട്ടൊന്നുമില്ലല്ലോ. ഇതല്ലാതെ ആണുങ്ങളായ കുറച്ച് നെഞ്ചറപ്പ് വേണം. ശരിക്കും പിന്നല്ല, ഇതിനൊക്കെ ഞാൻ എന്തോന്ന് പറയാ. നീ ഇവിടെ കിണിച്ചോണ്ടിരുന്ന ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറയാൻ പോണു. അച്ഛാ പറയല്. എനിക്ക് അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന് കാര്യം പറയാനുള്ളത്? അത് അച്ഛമ്മ, അച്ഛൻ ഇതുവരെ കന്യാകുമാരി പോയിട്ടില്ലെന്ന്. ചുമ്മാ പറയുന്നമ്മാ, ഞാൻ കന്യാകുമാരിയിലൊക്കെ പോയിട്ടുണ്ട്, സൂര്യാസ്തമയം കണ്ടിട്ടുണ്ട്. അമ്മ, എനിക്ക് വേറൊരു കാര്യമാണ് പറയാനുള്ളത്. എന്നാ പറ. അമ്മയുടെ കാണാതെ സിന്ദൂര ചെപ്പില്ലേ,
അതാ ലല്ലു ആണ് എടുത്തോണ്ട് പോയത്. അത് പിന്നെ അച്ഛമ്മ പുള്ളിക്കാരൻ ഒരു കൗതുകം കൊണ്ട് നോക്കാടുത്തിട്ടേ അറിയാതെ പോക്കറ്റിൽ ഇട്ടോണ്ട് പോയതാ. അപ്പോഴതാണ് കാര്യം. എന്നിട്ട് അവനെവിടെ? അപ്പുറത്തുണ്ട് അച്ഛമ്മ, അപ്പുറത്തുണ്ട്. ഇപ്പൊ ചോദിക്കാനൊന്നും പോണ്ട, അടുത്ത പ്രാവശ്യം വരുമ്പോ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കണം. അത് കാരണം ഇവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായി. എനിക്ക് ചോദിച്ചേ അതാ ലല്ലു. ആ വരണോ? ഇല്ലേടാ. അങ്ങനെ ഒട്ടും പോകില്ല. അവിടെ. ഗൂഗിൾ നോക്കി വല്ലതും പഠിച്ചേച്ച് പോയാൽ അത് മാത്രം അങ്ങോട്ട് വിളമ്പിയാ പോരെ. ചേട്ടൻ എന്തെങ്കിലും ആവശ്യമില്ലാത്തതെല്ലാം കയറി പറയാൻ നിൽക്കുന്നേ. കുറച്ച് ആവേശം കൂടിപ്പോയി. ആ ആവേശം കൂടി. മോളെ നീ ഇവിടെ പോയടി? ഞാൻ എന്റെ ഫ്രണ്ട് ലില്ലിയുടെ വീട്ടിൽ പോയിരുന്നു. നിങ്ങളെപ്പോ വന്ന്? കുറച്ചു നേരം ആയിടി. മോളിങ്ങി വാ. മാമൻ മോൾക്ക് തവളകളുടെ ദഹന പ്രക്രിയയെ കുറിച്ച് പറഞ്ഞു തരാം. അതൊക്കെ വഴിയെ മനസ്സിലാവും. ഈ തവളകൾ ആദ്യം വായിലിട്ട് ചവച്ചരയ്ക്കും ഭക്ഷണം, പിന്നെ ഇത് അന്നനാളത്തിലൂടെ ചെറുകുടലിലെത്തും. അപ്പൊ ആമാശയം വേണ്ടേ? അല്ല എന്തിനുള്ള പുറപ്പാടാ ചേട്ടൻ ഈ കാര്യം പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? നീ പോടി, ഞാൻ പറയും. ഞാൻ 10 തോറ്റ കാര്യം എല്ലായിടത്തും ചെന്ന് പറഞ്ഞിട്ട് എന്നെ ഭരിക്കാൻ വരുന്ന മാമ 10 തോറ്റാണോ? ആണ്. എന്ത് 10 തോറ്റവർക്ക് ജീവിക്കണ്ടേ? അല്ല മാമ, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. നിന്റെ അമ്മയുണ്ടല്ലോ ഈ വീട്ടിലുള്ള എല്ലാരെയും കൊണ്ടുവന്ന് അറിയിച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്നുമല്ല, എന്റെ ചെപ്പെടുത്തോണ്ട് പോയിട്ടല്ലേ. മാമനാണ് ചെപ്പെടുത്തോണ്ട് പോയത്. ഗർഭിണി ആയിപ്പോയി, അല്ലെങ്കിൽ ഉണ്ടല്ലോ. പിന്നെ ഗർഭിണി അല്ലെങ്കിൽ ചേട്ടനോട് ചുക്കും ചെയ്യൂല. എന്തോന്ന് നിങ്ങൾ രണ്ടാളും അപ്പച്ചനെ ചിറ്റപ്പനെ പോലെ. പിന്നെ അല്ലാതെ ഇവരെ പെരുമാറ്റം കണ്ടാ പറഞ്ഞു പോകൂലേ? ഇപ്പൊ എന്റെ പെരുമാറ്റത്തിനോ? അയ്യോ അങ്ങനെ പെങ്ങളെ തമ്മിൽ അടിയായ? എന്നെ കൊണ്ട് വയ്യ ഈ മനുഷ്യനെ മേച്ചോണ്ട് നടക്കാൻ. മേച്ചോണ്ട് നടക്കാൻ ഞാൻ എന്തോടെ പോത്തിന്റെ കുട്ടിയാ? അളിയ ചുമ്മാ അടി കൂടല്ലേ, ചേട്ടത്തി പാവല്ലേ. ആ സംഭവം എന്തൊക്കെയാണെങ്കിൽ ലല്ലുവിന്റെ അടുത്ത് അമ്മയ്ക്ക് ഒരു കാര്യം ചോദിക്കാണ്ട്. അമ്മ ചോദിക്കമ്മ. എന്താ അമ്മ ചോദിക്കാവളെ? അല്ല അതെ, ആ. നീ കന്യാകുമാരി പോയിട്ടുണ്ടോ? ഇല്ലമ്മ, കന്യാകുമാരി പോണോന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. ഓ ഇത് ചോദിക്കാനാണ് അമ്മ ഇങ്ങോട്ട് വന്നത്? എന്താ ഇത് ചോദിക്കാൻ വന്നൂടെ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അച്ഛമ്മയുടെ ഉള്ളിൽ ഒരു മാടപ്രാവിന്റെ മനസ്സുണ്ടെന്ന്. അല്ലാതെ തങ്ങളെ അടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ അതും കൂടെ പറയണോ? ഏതൂടെ അമ്മ? ഒന്നുമില്ല, നിങ്ങൾ വരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇനി അടിയോ ബഹളം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അക്കാര്യം ഞാൻ നോക്കിക്കോളാം അച്ഛമ്മ. അളിയോ ഓ എന്നാ ജംഗ്ഷൻ വരെ ഒന്ന് വിടോളിയോ? അയ്യോ, നമ്മുടെ കയ്യിൽ സൈക്കിളല്ലേ ഉള്ളിയാ. അളിയന് പിന്നെ സൈക്കിളിനെ പുച്ഛമാണല്ലേ. വെറുതെ ആണളിയാ, അളിയനെ ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? എന്താ ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഇളക്കാൻ വേണ്ടി പറഞ്ഞാണ്. ജംഗ്ഷൻ വരെ പോകാൻ വേറെ വഴിയില്ലാതെ വന്നപ്പോ ഇളക്കലൊക്കെ അങ്ങ് നിന്നാ. അളിയ എന്താ അളിയാ എന്നെ ഒരുമാതിരി ആക്കി സംസാരിക്കണത്? എനിക്ക് അളിയന്റെ സൈക്കിൾ വേണ്ട, എനിക്ക് നടന്നു പോകാൻ അറിയാം. നടന്നങ്ങ് പോയാ മതി. അഥവാ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാലും കൊണ്ടാക്കുകയും ഇല്ല. പോടാളിയാ നീ, കൊണ്ടാക്കാനും പോണില്ല. നീ പോടാളിയാ. എടുത്തോളാം കേട്ടോ. എടുത്താ മതി, ഒന്ന് എടുത്തോ. ഇളക്കാൻ സൈക്കിളിൽ കൊണ്ടാക്കാൻ